വെൽക്കം ഓൾ. നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രോസ് സാലറിയുടെ പ്രോബ്ലമാണ്. ശ്രീ സ്വരൂപ് ഈസ് എംപ്ലോയിഡ് ആൻ എൻജിൻ ഡ്രൈവർ ഇൻ ഇന്ത്യൻ റെയിൽവേസ്. ഹീ ഈസ് ഗെറ്റിംഗ് ₹7,500 per month as basic pay, ₹2,500 per month as dearness pay, and ₹2,500 per month as dearness allowance. During 2020-21, he received the following allowances also. First one, ₹16,500 as running allowance per annum. Second one, ₹200 per month per child as educational allowance for his 2 children. Third one of his son is staying in a hostel on which Swaroop is spending ₹800 per month. He is getting ₹500 per month for his son as hostel allowance for meeting his expenditure. Fourth point, ₹250 per month as city compensatory allowance. Fifth one, ₹400 per month as uniform allowance, full amount spent for employment purposes. Sixth one, ₹1,250 per month as house rent allowance. He pays ₹1,500 per month as rent to house owner. Calculate his gross salary for the assessment year 2021-22. Sri Swaroop is employed an engine driver in Indian Railways. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിയാണ്. ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്പോർട്ട് അലവൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിനെ നമ്മൾ റണ്ണിങ് അലവൻസ് എന്നും പറയും. ഹീ ഈസ് ഗെറ്റിംഗ് ₹7,500 per month as ബേസിക് പേ. ഇവിടെ ബേസിക് പേ എന്ന് പറയുന്നത് 7,500 × 12, ₹2,500 per month as dearness pay, dearness pay 2,500 × 12, then ₹2,500 per month as dearness allowance, dearness allowance 2,500 × 12. During 2020-21 he received the following allowances also. പിന്നെ ഏതൊക്കെ തരത്തിലുള്ള അലവൻസുകളാണ് ലഭിക്കുന്നത്? ഫസ്റ്റ് വൺ, ₹16,500 ആസ് റണ്ണിങ് അലവൻസ് പെർ ആനം. ഇപ്പോൾ റണ്ണിങ് അലവൻസ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ട് അലവൻസ് ആണ്. ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ലഭിക്കുന്ന അലവൻസാണ്. ഇങ്ങനെയുള്ള അലവൻസിനെ സംബന്ധിച്ചിടത്തോളം ദ എമൗണ്ട് ഓഫ് എക്സംഷൻ ഷാൽ ബി 70% of such allowance or ₹10,000 per month, whichever is less. But the amount of exemption shall be 70% of such allowance, that is 16,500 into 70 by 100, that is 11,550, or ₹10,000 per month, whichever is less. 10,000 per month എന്ന് പറഞ്ഞാൽ 10,000 into 12, 1,20,000, that is 11,550 or ₹1,20,000, whichever is less. അപ്പോൾ ഏറ്റവും കുറഞ്ഞ എമൗണ്ട് എന്ന് പറയുന്നത് 11,550. എക്സെംപ്റ്റഡ് എമൗണ്ട് ഈസ് 11,550. അപ്പോൾ റണ്ണിങ് അലവൻസിൻ്റെ കേസിൽ ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വൽ എമൗണ്ട് ഓഫ് റണ്ണിങ് അലവൻസ് റിസീവ്ഡ് ₹16,500 മൈനസ് എക്സെംപ്റ്റഡ് എമൗണ്ട് ₹11,550, ദാറ്റ് ഈസ് 4,950. റണ്ണിങ് അലവൻസിൻ്റെ കേസിൽ ടാക്സബിൾ എന്ന് പറയുന്നത് 4,950. ₹200 per month per child as educational allowance for his 2 children. എഡ്യൂക്കേഷണൽ അലവൻസ് ആണ് പറയുന്നത്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് റിസീവ് ചെയ്യുന്നത് ₹200 per month per child for his 2 children, that is 200 into 2 into 12, 4,800. നമുക്കറിയാം ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറയുന്നത് എക്സെംപ്റ്റ് അപ് ടു ₹100 per month per child, that is 100 into 2 into 12.
ഇവിടെ 2 children എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് 100 × 2 × 12 2400. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസായി റിസീവ് ചെയ്യുന്ന എമൗണ്ട് 4800ഉം എക്സെംപ്റ്റഡ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ₹2400. ദാറ്റ് ഈസ് ടാക്സബിൾ എമൗണ്ട് ഈസ് ഈക്വൽ ടു 4800 മൈനസ് 2400. ദാറ്റ് ഈസ് 2400. നെക്സ്റ്റ് ഹോസ്റ്റൽ അലവൻസ് ആണ് വരുന്നത്. വൺ ഓഫ് ഹിസ് സൺ ഈസ് സ്റ്റേയിങ് ഇൻ എ ഹോസ്റ്റൽ ഓൺ വിച്ച് സ്വരൂപ് ഈസ് സ്പെൻഡിങ് ₹800 പെർ മന്ത്. He is getting ₹500 per month for his son as hostel allowance for meeting his expenditure. ഇവിടെ ₹500 പെർ മന്ത് ആണ് ഹോസ്റ്റൽ അലവൻസ് ആയിട്ട് റിസീവ് ചെയ്യുന്ന എമൗണ്ട്. ഹോസ്റ്റൽ അലവൻസായി ₹500 പെർ മന്ത്, ദാറ്റ് ഈസ് 500 × 12 6000. ഹോസ്റ്റൽ അലവൻസിൻ്റെ കേസിൽ എക്സംഷൻ എന്ന് പറയുന്നത് ₹300 പെർ മന്ത് പെർ ചൈൽഡ് അപ് ടു എ മാക്സിമം ഓഫ് 2 children. ഇവിടെ വൺ ഓഫ് ഹിസ് സൺ ഈസ് സ്റ്റേയിങ് ഇൻ എ ഹോസ്റ്റൽ എന്ന് പ്രത്യേകം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. വൺ ഓഫ് ഹിസ് സൺ, അപ്പോൾ ഒരു മകനെ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബെനിഫിറ്റ് ഒരാൾക്കേ കിട്ടുന്നുള്ളൂ. ദാറ്റ് ഈസ് ₹300 × 12 × 1. 300 × 12 ഈക്വൽസ് 3600. ഹോസ്റ്റൽ അലവൻസ് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് 6000, എക്സെംപ്റ്റഡ് എമൗണ്ട് 3600. അതിൻ്റെ ബാലൻസ് വരിക 2400. അതായിരിക്കും ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. ഹോസ്റ്റൽ അലവൻസിൻ്റെ ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുന്നത് 2400. നെക്സ്റ്റ് 2050 പെർ മന്ത് ആസ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. CCA equals 250 × 12 3000. Then ₹400 per month as uniform allowance, full amount spent for employment purpose. ഇപ്പോൾ യൂണിഫോം അലവൻസിൻ്റെ കേസിൽ റിസീവ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 400 × 12 4800 ലെസ് എക്സെംപ്റ്റ്. ആക്ച്വൽ എമൗണ്ട് സ്പെൻഡാണ് എക്സെംപ്റ്റ് ആയിട്ട് വരുന്നത്. ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് 400 പെർ മന്ത്. ഫുൾ എമൗണ്ട് സ്പെൻഡ് ഫോർ എംപ്ലോയ്മെൻറ്റ് പർപ്പസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അസംഷൻ എന്ന് പറയുന്നത് ഫുൾ എമൗണ്ടും എക്സെംപ്റ്റ് ആണ്. അപ്പോൾ 400 × 12 4800 എക്സെംപ്റ്റഡ് എമൗണ്ട് ആണ്. 4800 മൈനസ് 4800 നിൽ, 0 ആണ് ഇവിടെ വരിക. അപ്പോൾ ടാക്സബിൾ എമൗണ്ട് നില്ലായിരിക്കും യൂണിഫോം അലവൻസിൻ്റെ കേസിൽ. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് ₹1250 പെർ മന്ത് ആസ് HRA. ഹി പേയ്സ് ₹1500 പെർ മന്ത് ആസ് റെൻറ്റ് ടു ഹൗസ് ഓണർ. HRAയുടെ കാൽക്കുലേഷനാണ്. HRAയുടെ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA റിസീവ്ഡിൽ നിന്നും എക്സെംപ്റ്റഡ് എമൗണ്ട് മൈനസ് ചെയ്യുമ്പോഴാണ് ടാക്സബിൾ എമൗണ്ട് ഓഫ് HRA ലഭിക്കുന്നത്. ഇവിടെ ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA എന്ന് പറഞ്ഞാൽ 1250 × 12, ദാറ്റ് ഈസ് 15000. ഇനി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എക്സെംപ്റ്റഡ് എമൗണ്ട് ഓഫ് HRA ആണ്. 3 കണ്ടീഷൻസ് ആണ് അവിടെ പറയുന്നത്. ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഈസ് എക്സെംപ്റ്റ്. ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ്, ദാറ്റ് ഈസ് 15000. സെക്കൻഡ് വൺ എക്സസ് ഓഫ് റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. അപ്പോൾ ഇവിടെ റെൻറ്റ് പെയ്ഡ് എന്ന് പറയുന്നത് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 1500 പെർ മന്ത്, ദാറ്റ് ഈസ് 1500 × 12. അതാണ് റെൻറ്റ് പെയ്ഡ് എന്ന് പറയുന്നത് 18000. അപ്പോൾ റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. ഇവിടെ സാലറി എന്ന് പറയുന്നത് HRAയുടെ കാൽക്കുലേഷനെ ബേസിക് പേ ആയിട്ടുള്ള 90,000ഉം പ്ലസ് ഡിയർനെസ് പേ ആയിട്ടുള്ള ₹30,000ഉമാണ് കൺസിഡർ ചെയ്യേണ്ടത്. ബേസിക് പേ പ്ലസ് ഡിയർനെസ് പേ ആണ് HRAയുടെ കാൽക്കുലേഷന് വേണ്ട. സാലറി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1,20,000.
90,000 plus 30,000 equal 1,20,000. സെക്കൻഡ് കണ്ടീഷൻ അനുസരിച്ച് 10% ഓഫ് സാലറി എത്രയാണെന്ന് അറിയണം. അപ്പോൾ 1,20,000 10% എന്ന് പറയുന്നത് 12,000. സെക്കൻഡ് കണ്ടീഷൻ റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി 18,000 മൈനസ് 12,000 ദാറ്റ് ഈസ് 6,000. അവിടെ 6,000 ആയിരിക്കും ലഭിക്കുന്നത്. തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് 40% ഓഫ് സാലറി. സാലറി എന്ന് പറയുന്നത് 1,20,000 ആണ്. 1,20,000 40% എന്ന് പറയുമ്പോൾ 48,000 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ 3 കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 15,000, 6,000, 48,000. ഇതിലെ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ടിനായിരിക്കും എക്സംഷൻ ലഭിക്കുക. ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 6,000 ആണ്. ഇവിടെ എക്സംപ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് 6,000 ആണ്. അപ്പോൾ ടാക്സബിൾ എമൗണ്ട് ആണ് നമുക്ക് ഗ്രോസ് സാലറിയുടെ കാൽക്കുലേഷന് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ടാക്സബിൾ എമൗണ്ട് ഓഫ് HRA എന്ന് പറയുന്നത് ആക്ച്വൽ എമൗണ്ട് ആയിട്ടുള്ള 15,000 മൈനസ് എക്സംപ്റ്റഡ് എമൗണ്ട് ആയിട്ടുള്ള 6,000 ദാറ്റ് ഈസ് 9,000. Here the question is calculation of gross salary. Basic pay 90,000, dearness pay 30,000, dearness allowance 30,000, house rent allowance 9,000, running allowance 4,950, education allowance 2,400, hostel allowance 2,400, uniform allowance nil, CCA 3,000. ഇത്രയും ഐറ്റംസാണ് നമുക്ക് തന്നിരിക്കുന്നത്. എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 1,71,750 ആയിരിക്കും ഗ്രോസ് സാലറി. ഓക്കെ, താങ്ക് യു ഓൾ.